ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് പൂരി എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ പൂരി ഉണ്ടാക്കുമ്പോൾ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പൂരിക്ക് ഒരു കറിയും വേണ്ടാട്ട, കറി ഇല്ലാണ്ട് തന്നെ എല്ലാവരും ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം ഫൈനാക്കാൻ പറ്റും അത്രത്തോളം ഫൈനായി പൊടിച്ചെടുത്തിട്ട് വരും. പൊടിച്ചെടുത്ത റവ ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് റവ ഒരു 5 മിനിറ്റ് നമുക്ക് കുതിർത്തി വെക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർത്തേക്കണേ, അത് പറയാൻ വിട്ടുപോയില്ല. 5 മിനിറ്റ് മാറ്റി വെക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുക. ഇത് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തു. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച റവ നോക്കാം. നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് റവ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചത്, അത് കാരണം പെട്ടെന്ന് സോഫ്റ്റ് ആവും കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിൽ കുറവ് ചാറ്റ് മസാല, ഇത് ഉണ്ടെങ്കിൽ ചേർത്തോളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ അരിമുളക് എടുത്ത് കയ്യിലൊന്ന് തിരുമ്പിയിട്ട് ചേർക്കണം. ഇതൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ പൂരി കഴിക്കുമ്പോൾ ചിലർക്ക് നെഞ്ചരിച്ചിൽ ഗ്യാസ് പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പൂരി കഴിക്കുമ്പോൾ. 1 ടീസ്പൂൺ വെള്ള എള്ളും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, 1 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളകിലെ അരിയൊക്കെ കളഞ്ഞ് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതാണ്. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ചേർത്ത് പൂരിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ല ഫൈനായിട്ട് കുഴച്ചെടുത്തു. 1/4 കപ്പ് ഗോതമ്പ് മാവിൽ 1 ടീസ്പൂൺ മാവ് അത്രയും ബാക്കി വന്നിട്ടുള്ളൂ കേട്ടോ. നിങ്ങളെടുക്കണ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് അനുസരിച്ചിരിക്കും ഗോതമ്പ് മാവിൻ്റെ അളവ്. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, പൂരിയുടെ വലിപ്പം അനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. എല്ലാ മാവും ബോൾസ് ആക്കാം. ബോൾസ് ആക്കിയ ഉരുളകൾ നമുക്ക് പരത്തിയെടുക്കാം. എണ്ണയിൽ മുക്കിയിട്ടാണ് പരത്തണത്. എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായിരിക്കുന്നുണ്ട്, നമുക്ക് ചുട്ടെടുക്കാം. മറിച്ചിടാം. എണ്ണ നല്ല ഹീറ്റായിരിക്കണം കേട്ടോ, എന്നാൽ മാത്രമേ പൂരി ഇതുപോലെ പൊന്തി വരുള്ളൂ. എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തു. ഞാൻ എടുത്ത അളവിന് കൃത്യം 9 എണ്ണമാണ് വരുന്നത്. അതനുസരിച്ച് നിങ്ങൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ. നല്ല ടേസ്റ്റുള്ള ഒരു പൂരിയാണ്. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാണ്ട് തന്നെ ഇതുപോലെ ഫ്ലഫി ആയിട്ട് കിട്ടും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.